പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം വീണ്ടും തുടരുകയാണ്. അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ ഈ ആക്രമണം അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുന്നത്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ്. കാരണം താലിബാൻ അവിടെ ഭരിക്കുമ്പോൾ അമേരിക്കൻ താല്പര്യങ്ങളോടൊപ്പം നിൽക്കാൻ അഫ്ഗാൻ ഭരണകൂടം തയ്യാറാവില്ല. അങ്ങനെ വരുമ്പോൾ അസീം മുനീർ നിലവിൽ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ബന്ധവും പാകിസ്ഥാൻ നിലവിൽ അമേരിക്കയുമായി പുലർത്തുന്ന ബന്ധങ്ങളുമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് തെഹ്രീക്കെ താലിബാൻ എന്നുള്ള അവിടുത്തെ തീവ്രവാദ സംഘടനയെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. പകരം അവിടെയുള്ള സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും അഫ്ഗാന്റെ തിരിച്ചടി പാകിസ്ഥാനിലേക്ക് ഉണ്ടായിരിക്കുകയാണ്. പാകിസ്ഥാനിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അഫ്ഗാൻ തൊടുത്തുവിട്ടത്. പാകിസ്ഥാന്റെ സൈനിക കമാൻഡർമാർ, സൈനിക അടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അഫ്ഗാന്റെ ഭാഗത്തു നിന്നും അഥവാ താലിബാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടായി എന്നാണ് നിലവിൽ വിലയിരുത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കക്ഷികളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അമേരിക്കൻ താല്പര്യം മുൻനിർത്തി പാകിസ്ഥാൻ ഈ ഇത്തരം ഒരു അജണ്ടയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ, അത്തരം തീരുമാനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ മേഖലയാകെ കലുഷിതമാവുകയാണ്. പകരം ഇറാൻ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയുന്നുണ്ട്. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഉറുദുവിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് 2-3 സ്റ്റേറ്റ്മെന്റുകൾ ഉള്ളത്. പ്രത്യേകിച്ചും ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുണ്യ റമദാനിനെ മുൻനിർത്തി പരസ്പരമുള്ള ചർച്ചകളും സഹകരണങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് സമാധാനം ഉണ്ടാക്കണമെന്നാണ് അബ്ബാസ് അരാക്ചി ഉറുദുവിൽ നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ പറയുന്നുള്ളത്. അഥവാ ഇറാനും ഈ കളിയിൽ ഉൾപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറാൻ എന്തുകൊണ്ട് ഉൾപ്പെടുന്നു എന്ന് പരിശോധിക്കുമ്പോൾ നിലവിൽ അഫ്ഗാൻ ഭരണകൂടവുമായി നല്ല രീതിയിൽ സഹകരിക്കുക എന്നുള്ള നിലപാട് ഇറാൻ സ്വീകരിക്കുന്നു. പാകിസ്ഥാനുമായിട്ട് നല്ല രീതിയിലാണ് ബന്ധമാണ് ഉള്ളത്. അങ്ങനെയുള്ളത് ഈ ഇറാനും ഈ പാകിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഇങ്ങനെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായാൽ അത് കുഴപ്പമാണ് തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്കും. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറാവുന്നത്. പകരം ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ അഫ്ഗാനും ഇറാനും വലിയ പ്രശ്നങ്ങളായിരുന്നു. താലിബാനും ഇറാനും ഒരു രീതിയിലും നേരത്തെ യോജിച്ചു പോന്നിരുന്നില്ല. അത് അതിൻ്റെതായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. പകരം ഇപ്പോൾ നിലവിലുള്ള ഘടനയിൽ, ലോക സാഹചര്യത്തിൽ ഇറാൻ എന്നുള്ള രാഷ്ട്രത്തിനെതിരെയുള്ള അമേരിക്കയുടെ നടപടികളെ അതിരൂക്ഷമായി അഫ്ഗാൻ വിമർശിക്കുന്നുണ്ട്. ഇറാനെ പിന്തുണച്ച് സംസാരിക്കുന്നുണ്ട്. ഇറാനുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ലോകത്തോ എല്ലായിടത്തുമുണ്ട്. ലോകത്തിലെ മുൻനിര രാജ്യങ്ങളൊക്കെ ആ ഭരണകൂടത്തെ അംഗീകരിക്കുന്നില്ല, ഔദ്യോഗികമായിട്ട് അവിടുത്തെ സർക്കാരായി കണക്കാക്കുന്നില്ല. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പരിഹരിക്കാനാണ് അവർ ചൈനയുമായും റഷ്യയുമായും മറ്റു ഇന്ത്യയുമായൊക്കെ നിരന്തരമായി സംസാരിക്കുകയും നയതന്ത്ര ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നത്. ഈ ഒരു സമയത്താണ് പാകിസ്ഥാന്റെ ഇത്തരം ഒരു ആക്രമണം അഫ്ഗാനിസ്ഥാനിലേക്ക് ഉണ്ടാവുന്നത്, അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിക്കുന്നത്. ഈ രണ്ട് രാഷ്ട്രങ്ങളും പരസ്പരം പറയുന്ന വിഷയങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. തെഹ്രീക്കെ താലിബാൻ എന്നുള്ള പാകിസ്ഥാൻ അതിർത്തിയിലുള്ള തീവ്രവാദ സംഘടനയാണ് ലക്ഷ്യം വെച്ചതെന്ന് പാകിസ്ഥാൻ പറയുന്നു. പക്ഷെ പാകിസ്ഥാന്റെ ആക്രമണം സിവിലിയൻസിനെയും തങ്ങളുടെ ഭരണകൂടത്തിനെതിരെയുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അഫ്ഗാന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാനിൽ വളരെ വലിയ രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾ, പലപ്പോഴും തീവ്രവാദ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള രാജ്യമാണ്. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയിൽ, ഒരു സംവിധാനത്തിൽ ആ രാജ്യത്ത് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ജനാധിപത്യ സർക്കാർ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഇമ്രാൻഖാൻ അവിടെ വരികയാണെങ്കിൽ, ജനാധിപത്യ സർക്കാരുകൾ വരികയാണെങ്കിൽ അതിനെയും അട്ടിമറിച്ചുകൊണ്ട് സൈന്യം വീണ്ടും സമാന്തര സർക്കാർ ഉണ്ടാക്കുകയാണ് പതിവ്. പരമാധികാരം എന്നുള്ളത് പലപ്പോഴും സൈന്യത്തിന്റെ കയ്യിൽ തന്നെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അസീം മുനീറിനെ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിളിപ്പിക്കുന്നത്, അവിടുത്തെ സൈനിക തലവന്മാരെയൊക്കെ നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. അവിടുത്തെ സൈന്യത്തിലാണെങ്കിൽ ഖാദിയാനികളാണ്, 10% വരുന്ന ഖാദിയാനികളാണ് പ്രബല വിഭാഗം. അവരാണ് പലപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർ ഇസ്ലാമുമായി തെറ്റിപ്പിരിഞ്ഞ മറ്റൊരു വിഭാഗമാണ്. അവരെ ഇസ്ലാമിക പ്രമുഖരായ പണ്ഡിതന്മാരൊക്കെ പുറത്താക്കിയ വിഭാഗമാണ് ഈ ഖാദിയാനി വിഭാഗം എന്നുള്ളത്. അവർക്കാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ മുൻഗണന അല്ലെങ്കിൽ സൈന്യത്തിൽ സ്വാധീനം എന്നുള്ളത്. അവിടുത്തെ ജനവിഭാഗത്തിലെ 10% കേവലം ഈ ഖാദിയാനി വിഭാഗം വരുന്നത്. മറ്റൊന്ന് ഷിയ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഷിയ
ന്യൂനപക്ഷങ്ങൾക്കെതിരെ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കാറുണ്ട്. അവിടെ അവരുടെ മസ്ജിദുകൾക്ക് നേരെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച, അതിനു മുമ്പത്തെ വെള്ളിയാഴ്ച ആക്രമണം ഉണ്ടായത്. ഇറാൻ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഷിയ വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളും പള്ളികളും മാർക്കറ്റുകളൊക്കെ ലക്ഷ്യമാക്കി നിരന്തരമായി സ്ഫോടനം നടത്തുകയും അത്തരം ഭീകരാക്രമണങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇതും ഒരു വിഷയമാണ്. ഇങ്ങനെ പലവിധങ്ങളായ കാരണങ്ങൾ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും സംബന്ധിച്ചിടത്തോളം പറയാനാകും. നിലവിൽ അഫ്ഗാൻ ഭരണകൂടം ഭരിക്കുന്ന താലിബാനും അമേരിക്കയും രമ്യതയിലല്ല എന്നതും, അമേരിക്കൻ ആവശ്യങ്ങളോട് ഒരു രീതിയിലും താലിബാൻ അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നില്ല. അമേരിക്കയെ പുറത്താക്കിയാണ് താലിബാൻ അവിടെ ഭരണം തിരിച്ചുപിടിച്ചത്. ഇതിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ എന്നാണ് പറയപ്പെടുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇതാണ് ഇറാനെ കൂടി ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.